നമസ്കാരം, സുമിയാണ് ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണ തിരക്കൊക്കെ ഒന്ന് കല്യാണവും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് നമ്മുടേത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കിനും അമ്മ ചായ ഉണ്ടാക്കണുണ്ടായിരുന്നേ. ഇവിടെ ചിന്നും മീനും സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കിഴങ്ങേറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് മുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കിഴങ്ങ് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്താട്ടോ. അത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തക്കാളി ഇടാം കേട്ടോ നമുക്ക്. ഇന്ന് ഞങ്ങൾ അമ്മേൻ്റെ പാടത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് പാടമുണ്ട്. അമ്മ എല്ലാ വർഷവും കൃഷി ചെയ്യണതാട്ടോ, നെൽകൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ പാടത്ത് നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്നുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ കണ്ടിട്ടില്ല പോയിട്ട്. ഇപ്രാവശ്യം വന്നിട്ട് പാടം ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല, കാരണം തിരക്കായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവിടെ പോയിട്ട് പാടമൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ കിഴങ്ങ് കറിയും കിഴങ്ങും ഉള്ളിയും തക്കാളിയിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പോയപ്പോൾ ഉണ്ടാക്കിയതാട്ടോ ഓർമ്മ വരുന്നത്. ഞാൻ ഇടയ്ക്ക് മലാവിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇനി പച്ചക്കറി ഷോർട്ടേജ് ഒക്കെ വരുമ്പോൾ കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു കറി വഴറ്റിയെടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തക്കാളി എന്തായാലും വഴണ്ടി വരട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പം തക്കാളി പെട്ടെന്ന് വഴണ്ടി വന്നോളൂ. പിന്നെ ഇവിടെ ഇത് അമ്മേൻ്റെ അനിയത്തീൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. കൊച്ചച്ഛന് ബേക്കറിയാണ്. അപ്പോൾ കൊച്ചച്ഛൻ ക്രിസ്മസിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. നമ്മൾ ഈ കല്യാണത്തിരക്ക് അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കേക്കൊക്കെ മുറിച്ച് കഴിക്കണം. അടിപൊളി കേക്കാണ് കേട്ടോ. ടേസ്റ്റോ ബേക്കറി എന്നാണ് കൊച്ചച്ഛൻ്റെ ബേക്കറീൻ്റെ പേര്. എടക്കരയിലാണ് കേട്ടോ ടേസ്റ്റോ ബേക്കറി. എന്താ പറയുക, കുറേ വർഷങ്ങളായിട്ട് ബേക്കറി നടത്തുന്ന ആൾക്കാരാണ് അവർ. ചിപ്സ്, മിച്ചർ, അതുപോലെ തന്നെ കേക്ക്, ടീ കേക്ക്, കപ്പ് കേക്ക്, അങ്ങനെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾ ഇനി പോകുമ്പോൾ കൊച്ചച്ഛൻ്റെ ബേക്കറിയും കൊച്ചച്ഛന് എങ്ങനെ കേക്ക് ഉണ്ടാക്കണതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഇനി മുറിച്ച് കഴിക്കണം. അപ്പോൾ ഇത് അഞ്ചിയും കുഞ്ഞും കൂടെ കോഴിക്കോട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അഞ്ചിൻ്റെ വീട് കോഴിക്കോടാട്ടോ, മൈക്കാവിൽ. അപ്പോൾ അവരങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അച്ഛനിവിടെ പന്തൽ പണിക്കാർ വന്നിട്ടില്ല, അത് അഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അച്ഛനും കൊച്ചച്ഛനൊക്കെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മായാൻ്റെ ഇവിടെ ഓരോ പണികളിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അമ്മയും അപ്പുറത്തൊക്കെ ഉണ്ട്, എല്ലാവരും ഓരോ പണിയിലാണ്. അപ്പോൾ ഈ പന്തലൊക്കെ അഴിച്ച് കസരയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് മുറ്റൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മായേൻ്റെ എന്തൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയി അഞ്ചും കുഞ്ഞും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പന്തൽ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പന്തലൊക്കെ അഴിച്ചിടാനും ചെയറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവരുടെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലുതായിട്ടൊന്നും വീടിൻ്റെ മുറ്റത്ത് പന്തലിട്ടിട്ടില്ല. ചെറുതായിട്ട് നമ്മളെ തലേന്നത്തെ പരിപാടിയാണെങ്കിൽ കല്യാണത്തിൻ്റെ അന്നത്തെ പരിപാടിയൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ വലിയ ഗ്രാൻഡായിട്ടൊന്നും പന്തലിട്ടിട്ടുണ്ടായിരുന്നില്ല. വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ തലേന്നത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളൊരു പന്തൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് ചെടി കൃഷി എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഇത് റോഡ് സൈഡിൽ അപ്പുറത്ത് വെച്ചിട്ടുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കല്യാണമായിരുന്നല്ലോ, അതുകൊണ്ട് ഇതിനൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്ന മുറ്റത്ത് കുറച്ച് ചെടിച്ചട്ടി വാങ്ങി വെക്കണം. അതേപോലെ തന്നെ ഈ സൈഡിലുണ്ടല്ലോ കുറച്ച് കട്ടയൊക്കെ വെച്ചിട്ട് ചെടി മാത്രം എല്ലായിടത്തും നടേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കട്ട വെച്ച് നമ്മുടെ അവിടെ ചെയ്ത പോലെ തന്നെ, മലാവി ചെയ്ത പോലെ തന്നെ കട്ടയൊക്കെ വെച്ച് കുറച്ച് നല്ല മണ്ണൊക്കെ ഫില്ല് ചെയ്ത് നല്ല നല്ല കുറേ ചെടികൾ നടണം. ഈ മതിലിന് ചുറ്റോടെ അങ്ങനെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തിരക്കൊക്കെ ഒഴിഞ്ഞതേ ഉള്ളൂ. ഇനി പതിയെ പതിയെ അതൊക്കെ ചെയ്യണം. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. മലാവി ഡയറിയിൽ ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടി വാങ്ങുന്നതിൻ്റെ വീഡിയോ ഒക്കെ. ലൈഫ് ഓഫ് അൻസുമിൽ ഞാൻ ഇപ്പോഴാണ് തോന്നുന്നു വണ്ടി കാണിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, വീട്ടിലത്തെ വണ്ടി. പിന്നെ ഇത് എൻ്റെ വീട്ടിലത്തെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മലാവിയിലുണ്ട് ഒരു 5:30 ആകുമ്പോഴത്തേക്കും സൂര്യൻ നന്നായിട്ട് ഉദിച്ച് നല്ല വെയിലായിട്ട് വരും കേട്ടോ. അതായത് നല്ല പ്രകാശമായിട്ട് വരും. ഇവിടെ 6 മണിക്ക്, ഇന്നൊക്കെ 6 മണി സമയമായപ്പോഴും ഇരുട്ട് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് വെയിൽ വെച്ച് വരുന്നത്. നമ്മുടെ ചുറ്റോളം വീടുകളൊക്കെയാണ് കേട്ടോ, അടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്. മലാവിയിൽ നമ്മുടെ വീട് കഴിഞ്ഞ് പിന്നെ വേറെ വീടുകളില്ലല്ലോ. പക്ഷെ ഇത് ഒരു വിളിക്കപ്പുറത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരുടെ വീടും. നല്ല അടിപൊളി കായംകുളം സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുറച്ച് വേറെ പണിയിലായി വീഡിയോ എടുത്തൊക്കെ. അപ്പം മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കുഞ്ഞമ്മ നമുക്ക് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കണേന്ന്. നല്ല സ്പെഷ്യൽ മീൻകറി.
അപ്പോൾ ഉച്ചയല്ല ഉച്ചയായി 12:30 ആയി. അപ്പോൾ നല്ല അടിപൊളി സ്പെഷ്യൽ നമ്മുടെ ഇവിടുന്ന് കുറച്ച് കപ്പ ഉണ്ടാക്കിയതാണ്. പിന്നെ ചേമ്പും താള് കൊണ്ട് മീൻകറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ളൊരു തോരൻ, നല്ല അടിപൊളി കായംകുളം സ്റ്റൈല് മീൻ മുളകിട്ടത്. ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ പോയ കുഞ്ഞു വഞ്ചിയൊക്കെ തിരിച്ചു വന്നു. ഇത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത് വേറൊരു ദിവസമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് അവർ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ നിത ചേച്ചീൻ്റെ ഗിഫ്റ്റായിട്ട് വന്നത്. നിത ചേച്ചീൻ്റെ അമ്മയും അനിയനും അവരുടെ വൈഫും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന്. പക്ഷെ അവരൊന്നും കുറേ നേരം നമുക്ക് കാണാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട്. അപ്പോൾ ഇത് നിത ചേച്ചീൻ്റെ ഗിഫ്റ്റാണ്ട്. നല്ല അടിപൊളി ഒരു സാരി, പിന്നെ കുറച്ച് പൈസ. ഞങ്ങളിത് വേണ്ടാന്ന് പറഞ്ഞയച്ചതാണ്, പക്ഷേ അവർ അത് ആ ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ പൈസ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ക്യാഷ്, അതുപോലെ നല്ലൊരു സാരിയും, പിന്നെ ഒരു മുണ്ടും ഷർട്ടിൻ്റെ തുണിയും, അതുപോലെ പാൻറ്റിൻ്റെ തുണിയും ഷർട്ടിൻ്റെ തുണിയും. പിന്നെ ഇത് ചേച്ചീൻ്റെ ഗിഫ്റ്റിലുണ്ടായിരുന്നത് നല്ല അടിപൊളി ഒരു കോംബോ വാച്ച് കേട്ടോ. ടൈമെക്സിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു. അഞ്ചിക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള നല്ല ഒരു കോംബോ വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് നിത ചേച്ചീൻ്റെ ഗിഫ്റ്റ് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഈ ഞങ്ങളുടെ മറ്റേ ചാനലുണ്ടല്ലോ മലാവി ഡയറിന്ന് കിട്ടിയൊരു സ്നേഹബന്ധമാണ് നിത ചേച്ചി എന്ന് പറയണത് കേട്ടോ. അപ്പോൾ 5 കയ്യിൽ വാച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ അരുണേട്ടനും മറ്റേ വാച്ച് എടുത്തിട്ട് അനൂപിനോട് പറയുമായിരുന്നു ഈ വാച്ചിട്ട് നോക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. അനൂപിൻ്റെ കൈ പറ്റ കുഞ്ഞു കൈയാണ്, അത് അടിയില്ലാത്ത കൈയാണ്, എന്നാലും ജസ്റ്റ് അവനൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിത ചേച്ചീൻ്റെ ഗിഫ്റ്റ്. വേറെയും കുറേ ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ. അതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഒരുപാട് സന്തോഷം നിത ചേച്ചീൻ്റെ ഗിഫ്റ്റെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മുടെ പുതുച്ചക്കനും പുതുപ്പെണ്ണിനാണെങ്കിലും എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ബാക്കി അവർക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അരുണേട്ടനൊക്കെ മുന്നിലുണ്ട് കേട്ടോ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരോ ഗിഫ്റ്റുകളായിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അല്ല, അത് അതിൻ്റെ ഉള്ളിൽ ഇവരതുണ്ടാവും. ഫോട്ടോ ഉണ്ടോ അറിയില്ല, അല്ലേ വെച്ചിട്ട് ആക്കണേ. നമുക്കും ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടിയായിരുന്നു. ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തപ്പോൾ അവർക്ക് കൂടുതലും കിട്ടിയത് ഡ്രസ്സായിരുന്നു കേട്ടോ. അഞ്ചിക്കൊക്കെ ആണെങ്കിലും കൂടുതലും ചുരിദാറിൻ്റെ സെറ്റ്, അതുപോലെ ഡ്രസ്സ്, പിന്നെ അവരുടെ തന്നെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തത്. ഇപ്പോൾ അരുണേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മിറർ, അതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡിൽ കുത്തുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റോളം ലൈറ്റൊക്കെ വന്ന് നമ്മുടെ ഫോട്ടോ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മാജിക് മിററാണ് കേട്ടത്. അത് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതിൽ ഫോട്ടോയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ അരുണേട്ടൻ അൺബോക്സ് ചെയ്യുന്നത് അവരുടെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അവരുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊടുത്തതാണ്. ഇതാരാ കൊടുത്തതെന്ന് അതിൽ പേര് എഴുതിയിട്ടില്ല. കുഞ്ഞിൻ്റെ ഫ്രണ്ട്സാണോ അതോ അഞ്ചിയുടെ ഫ്രണ്ട്സാണോ എന്നറിയില്ല. ഈ ഒരു ബോക്സ് കുഞ്ഞിൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണെന്ന് കുഞ്ഞ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് സാധനങ്ങളുണ്ടായിരുന്നു ആ ഒരു ബോക്സിൽ. അങ്ങനെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. ഈ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇരുന്ന് കാണും എന്തൊക്കെയാണ് കിട്ടിയതെന്നുള്ളത്. അങ്ങനെയാണ് നോർമലി നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അൺബോക്സൊക്കെ ചെയ്ത് അങ്ങനെ നോക്കും. ഇപ്പോൾ വേറൊരു വാച്ചും കൂടെ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വാച്ച് കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന്. ഇതാ ഒരു ഫോട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണോ എന്നറിയില്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് അൺബോക്സ് ചെയ്യാമെന്നറിയില്ല. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ അൺബോക്സ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ചേർന്നിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിട്ടോ. അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. കാരണം പല കമൻറ്റ്സ് ഉണ്ടായിരിക്കും, പല കോമഡികളുണ്ടായിരിക്കും, പിന്നെ എല്ലാവരുടെയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഞങ്ങൾ അച്ഛമ്മയൊക്കെ കണ്ടു, അച്ഛമ്മയൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അവരുടെ കല്യാണ സമയത്ത് അവരുടെ കാലത്തൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ വെച്ച് നമ്മളിതിങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോഴൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു വൈബാണ്. പിന്നെ ഞങ്ങൾ തന്നെ ഇപ്പുറത്തേക്കൊക്കെ ഓരോന്ന് കമൻസൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് അതൊക്കെ പൊളിച്ച് എല്ലാവരും ഒരുമിച്ച് എല്ലാം കണ്ട് അത് സന്തോഷം അത് വേറെ തന്നെയാണ്.
ഞങ്ങളുടെ കല്യാണ സമയത്ത് ഇങ്ങനെ ഇതല്ല, ഇതിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ് പൊളിക്കാൻ അന്നേരത്തൊന്നും നമ്മൾ ഈ വീഡിയോ എടുക്കണ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്, കുറച്ച് മിനിറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.